അപ്പം ഞാൻ പുറത്ത് പോയി വന്നിട്ട് കുറച്ച് ഫ്രഷ് ചീര കൊണ്ടുവന്നു. ചീര എൻ്റെ ഫേവറേറ്റ് ആണ്. ചീര ഞാൻ തമ്മിൽ ഭയങ്കര ബന്ധമാണ്. കാരണം എനിക്ക് എപ്പോഴും അയൺ കുറവാണ്. ചീരയിൽ ഇഷ്ടംപോലെ അയൺ ഉണ്ട്. അയൺ കണ്ടൻറ്റ് നല്ലോണം ഉള്ളതുകൊണ്ട് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ മൈ ഹെൽത്ത്. അയൺ കണ്ടൻറ്റ് കുറവുള്ളവർക്ക് കുറച്ച് ചീരയൊക്കെ വാങ്ങി കഴിക്കാം. അപ്പം നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീരയും മുട്ടയിട്ടിട്ടൊരു സംഭവമാണ്. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ്, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അത് സ്പെഷ്യലാണല്ലോ. സോ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട, വീഡിയോയിലോട്ട് പോകാം. നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ, ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ എല്ലാ തണ്ടും എടുക്കണ്ട, കുറച്ചൊക്കെ നമുക്ക് എടുക്കാം. ഞാനിതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടാക്കാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ച് വെച്ചത് കേട്ടോ. പിന്നെ 2 മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നല്ലത്, പക്ഷേ വെളിച്ചെണ്ണയുടെ വില കൂടുതൽ കാരണം നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുത്തുമുളകാണ് കേട്ടോ ഇടുന്നത്. മുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം. അപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ആക്ച്വലി. ഇതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓവർ കുക്ക് ആവണ്ട, ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനത് മര്യാദയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഇടേണ്ടതായിരുന്നു, പക്ഷേ മറന്നുപോയി. എന്താ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു, എന്നാലും നിങ്ങളെ കാണിച്ച് കൊതിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. കുറച്ച് ചോറ് എടുക്കുക, എന്നിട്ട് ഇത് കുറേ എടുക്കുക, എന്നിട്ട് അതിൽ മിക്സ് ചെയ്ത് കഴിക്കുക. ഭയങ്കര ടേസ്റ്റാണ്. സൂപ്പർ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.